ആദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. മുഹമ്മദ് ഷമാസ്, ഇപ്പോൾ അർജുൻ ആയങ്കിയെ പിടികൂടിയിരിക്കുന്നു. പോലീസിനെ പ്രകോപിപ്പിച്ചു, പോലീസിനെ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ട് അറസ്റ്റിലേക്ക് കടക്കാനായിരിക്കുന്നു. ഇപ്പോൾ ടി.ജി. മോഹൻദാസിന്റെ കാര്യം നോക്കൂ. എത്ര ദിവസമായി? 11 ദിവസങ്ങൾക്ക് മുൻപാണ് കേസെടുത്തത്. ഇന്ന് ഇത്രയധികം മാധ്യമങ്ങൾ ആയങ്കിയെ അറസ്റ്റ് ചെയ്ത ശേഷം മോഹൻദാസിനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന ചോദ്യം വന്ന ശേഷം ഇപ്പോൾ ഇതാ പോലീസ് ആ വീട് വളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ അല്ലേ? നോക്കൂ സ്മൃതി, ഇവിടെ വളരെ ഗുരുതരമായ 2 കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെയാണ് പോലീസ് അർജുൻ ആയങ്കിയുടെ കാര്യത്തിലാണെങ്കിലും ടി.ജി. മോഹൻദാസിൻ്റെ കാര്യത്തിലാണെങ്കിലും. അർജുൻ ആയങ്കിയും ടി.ജി. മോഹൻദാസും ഒന്നിനൊന്ന് ഗുരുതരമായ രീതിയിലേക്ക് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അവരുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ ഒരു സാമൂഹ്യ വിരുദ്ധരായി നിലനിൽക്കുന്ന ആളുകളാണ്. അതിൽ ആയങ്കിയെ പിടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നു, മനസ്സിലാക്കുന്നു. ടി.ജി. മോഹൻദാസിൻ്റെ വിഷയം സ്മൃതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊരു സാധാരണഗതിയിൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഈ രാജ്യം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിച്ച, രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ഒരുമിച്ചൊരു പോരാട്ടത്തിന് ഇറങ്ങിയ ഒരു സമരത്തെ അധിക്ഷേപിച്ച് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ മോശമായ രീതിയിൽ വിഷം തുപ്പുന്ന രീതിയിലും അപഹസിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച ഒരു സംഘപരിവാർ നേതാവ്. ആ സംഘപരിവാർ നേതാവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അധിക്ഷേപം ഉണ്ടാകുമ്പോൾ, ഈ പറഞ്ഞൊരു പരാതി ഉയർന്നു വരുമ്പോൾ കൃത്യമായ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയാണ് ഈ പറഞ്ഞ തിരുവനന്തപുരം സിറ്റി ക്രൈം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്, സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായി FIR നമ്പർ 95/2026 29-ാം തീയതി FIR രജിസ്റ്റർ ചെയ്ത് ഒരു സൈബർ കേസ് ഉൾപ്പെടെയുള്ള IT ആക്ട് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ട് തന്നെയാണ് ആ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നടപടിക്രമങ്ങൾ എത്രയായാലും നോക്കൂ, കലാപാഹ്വാനത്തിന് കേസെടുത്തിട്ടുണ്ട്, കലാപാഹ്വാനം അയാൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപം എന്ന വാക്ക് കുറഞ്ഞു പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് DYFIയിലെ സ്ത്രീകൾ എന്നടക്കമുള്ള കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപത്തിന് വേറെയും വകുപ്പുകളുണ്ടല്ലോ, അത് ചുമത്തിയിട്ടില്ല. അല്ല, നോക്കൂ സ്മൃതി, അതിനകത്ത് വളരെ കൃത്യമായി BNS അനുസരിച്ചുള്ള സെക്ഷൻ 192-ഉം 353-യും ഈ പറഞ്ഞ 353 മനഃപൂർവ്വമുള്ള ഇപ്പം അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി, ഈ പറഞ്ഞ IT സെക്ഷൻ 67 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൃത്യമായ പരാതിയുടെയും കൂടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഏതെങ്കിലും രീതിയിലൊരു വെറുതെ നമ്മളൊരു കാട്ടിക്കൂട്ടലിന് കേസ് എടുത്തിട്ടുള്ളതല്ല. കൃത്യമായ പരാതി ഉൾപ്പെടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ആ കേസെടുത്ത നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ടി.ജി. മോഹൻദാസിനെ ഒരു ദിവസം തൊട്ടടുത്ത ദിവസം വിളിച്ചു വരുത്തുന്ന, ചോദ്യം ചെയ്യുന്നു, ആ കോടതിയിൽ ഈ പറഞ്ഞ ഹാജരാക്കുന്ന സമയത്ത് മതിയായ വകുപ്പുകളില്ല. ഈ പറഞ്ഞ രീതിയിലേക്ക് കോടതി ഇന്നിപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഈ മതിയായ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടുള്ള അറസ്റ്റ് നടപടിക്രമങ്ങളിലേക്ക്, കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നു. IT ആക്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നാളുകളിൽ ഈ പറഞ്ഞ ഇതിന്റെ വിചാരണ ഘട്ടത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും വകുപ്പുകളും നിലനിൽക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കൊണ്ട് തന്നെയാണ് പോലീസ് ആ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചപ്പോൾ CPM-ഉം BJP-യും RSSും തമ്മിൽ ഉണ്ടാക്കിയ കൂട്ടുകച്ചവടത്തിന്റെ കഥയൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും രീതിയിൽ അതിന്റെ ബെനിഫിഷ്യറീസ് അല്ലല്ലോ. ആരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ പിന്നെ ഗുണഫലങ്ങൾ അനുഭവിച്ച ആളുകൾ? അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക്, അതിന്റെ ചരിത്രത്തിലൊക്കെ ഞാൻ പോകുന്നില്ല. ഇപ്പൊ ടി.ജി. മോഹൻദാസിനെ സംബന്ധിച്ച് ശ്രുതിയോടെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക്, അത്യന്തം നീചമായ രീതിയിലേക്കുള്ള വിഷം പുറപ്പെടുവിക്കുന്ന ഒരു വിഷവിത്ത് അതിനെ അകത്തിടേണ്ട സാഹചര്യം തന്നെയാണ്. അതിന് കൃത്യമായി ഇപ്പൊ ആയങ്കിയെ പിടിക്കുന്ന കാര്യത്തിലും കേരള പോലീസിന് മിനിറ്റുകൾ വെച്ച് ഈ പറഞ്ഞ പോലെ ഒരാളെ പിടിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. കേരളത്തിൽ മുഴുവൻ വല വിരിച്ച് സെക്കൻഡുകൾ വെച്ച് പ്രതി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനോ ഈ പറഞ്ഞ ആളെ കണ്ടെത്തുന്നതിനുള്ള ഒരു തടസ്സവും കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചില്ല. അതിനുള്ളൊരു വിൽ പവർ അവർക്ക് നമുക്കൊരു സപ്പോർട്ട് കൂടെ കൊടുക്കണം എന്നുള്ളതാണ്. ആ രീതിയിൽ അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ കേവലം ഒരു ആയങ്കി മാത്രമല്ല, ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിനെ തീറ്റിപ്പോറ്റുന്ന, അവരെ ഉപയോഗിക്കുന്ന ഈ ക്രിമിനൽ സംഘത്തെ ഭാഗമായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ മുഴുവൻ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി ഈ കസ്റ്റഡിയിൽ എടുക്കാനും നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം കൂടി ഉണ്ടാകണമെന്നുള്ള ഒരു ബോധ്യം കൂടെ, ഒരു കാഴ്ചപ്പാട് കൂടെ കേരള പോലീസിനും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. അത് UDF ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് തന്നെ ഒരു അഭിമാനകരമായ നേട്ടത്തിലേക്ക് അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ കൃത്യമായി ഉത്തരവാദിത്തം പുലർത്തുന്ന പ്രവൃത്തി തന്നെയാണ്. ശരി, അർജുൻ ആയങ്കിയുടെ കാര്യത്തിൽ സമ്മതിക്കാമെങ്കിലും ടി.ജി. മോഹൻദാസിന്റെ കാര്യത്തിൽ അങ്ങനെ സമ്മതിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഞാൻ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സുഭാഷ്
Celebrate with Smriti Parathikkad.